നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ആഘോഷത്തിലാണ് എല്ലാ ചാനലുകളും മലയാളികളും എല്ലാം. ഒരു ചെറിയ പ്രദേശത്തെ ഒരു ചെറിയ തെരഞ്ഞെടുപ്പ്, നമ്മൾ അടുത്ത് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉടനെ ഉണ്ട്. അപ്പൊ എല്ലാരും പറഞ്ഞത് ഇത് വലിയ പ്രാധാന്യമുള്ളതല്ല എന്നാണെങ്കിൽ പോലും മത്സരം നടക്കുന്ന സമയത്തും തുടക്കം മുതൽ തന്നെ ഒരു വലിയൊരു ആഘോഷം പോലെ തന്നെ നമുക്ക് തോന്നിയിരുന്നു. ഇപ്പൊ ഇന്ന് റിസൾട്ട് വരുമ്പോഴും രാവിലെ 8 മണി മുതൽ എല്ലാവരും ആകാംക്ഷയിലായിരുന്നു. വോട്ടെണ്ണുന്ന സമയത്തെല്ലാം ഒരു ഒരു വലിയൊരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഒരു ഫീല് തന്നെയായിരുന്നു. അപ്പൊ ഇതില് ഫലം പുറത്ത് വന്നു കഴിഞ്ഞപ്പോ ജയിച്ചത് ആരുടെ ഷൗക്കത്താണ്, UDF. പക്ഷേ ശരിക്കും ഇത് വേറൊരാളുടെ വിജയം കൂടിയാണ് എന്ന് നമുക്ക് പറയാം. ശക്തമായ നിലപാടെടുത്ത VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിന്റെ, കോൺഗ്രസ് നേതാവിന്റെ ഒരു വിജയം തന്നെയായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ചിലപ്പോൾ കോൺഗ്രസ്സുകാരിൽ പോലും അതായത് കോൺഗ്രസിന്റെ ഒരു പാരമ്പര്യം വെച്ച് നോക്കുമ്പോൾ കുറച്ച് വിഭാഗം കോൺഗ്രസ്സുകാരെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടാവും. എന്തിനാണ് ഷൗക്കത്ത് പരാജയപ്പെടണമെന്നും സ്വരാജ് ജയിക്കണമെന്നും ഒക്കെ ആഗ്രഹിക്കുക, അല്ലെ PV അൻവർ കൂടുതൽ വോട്ട് കൊണ്ടുപോകണമെന്നും എന്നൊക്കെ ആഗ്രഹിച്ച ഒരുപാട് കോൺഗ്രസ്സുകാർ പോലും ഉണ്ടായിരുന്നിരിക്കാം. അങ്ങനെ നോക്കുമ്പോൾ ഇത് ശരിക്കും VD സതീശന്റെ വിജയം തന്നെയാണ്. പിന്നെ മറ്റൊരു പോയിന്റ് കൂടെ പറഞ്ഞാൽ, ഇവരുടെ എല്ലാം വോട്ട് നില മുൻ തവണത്തെ വെച്ച് നോക്കുമ്പോൾ എല്ലാവർക്കും താരതമ്യേന വോട്ട് കുറഞ്ഞിട്ടുണ്ട് എണ്ണത്തിൽ. ഇപ്പൊ സ്വരാജിനെ സംബന്ധിച്ചാണെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വന്തം ഏരിയയിൽ പോലും അദ്ദേഹത്തിന് വോട്ട് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പൊ BJP തുടക്കത്തിൽ മത്സരിക്കേണ്ട എന്ന് തീരുമാനിച്ചിരുന്ന ഇടമാണ്. കാരണം BJP വരും തെരഞ്ഞെടുപ്പുകൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ടും അതിന്റെ പ്രവർത്തനങ്ങൾ അറേഞ്ച് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് തന്നെ അവർക്ക് അതിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുകൊണ്ട് ഇവിടെ വെറുതെ സമയം കളയണ്ട എന്നൊരു തുടക്കത്തിൽ അങ്ങനെ പറഞ്ഞുവെങ്കിലും സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുകയും വലിയൊരു മത്സരമായിട്ട് കരുതേണ്ടതില്ലായിരുന്നു BJPയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ വളരെ ചെറിയൊരു എണ്ണത്തിലാണെങ്കിലും മുൻ തവണത്തേക്കാൾ കുറച്ച് വോട്ട് BJP കുറച്ച് കൂടുതൽ സ്കോർ ചെയ്തതായിട്ട് കാണാൻ കഴിയും. വളരെ ചെറിയൊരു എണ്ണമാണ് എന്നാൽ പോലും ബാക്കിയുള്ളവരെ വെച്ച് നോക്കുമ്പോൾ കൂടുതൽ കിട്ടിയത് BJPക്കാണ്. പക്ഷെ അപ്പൊ ഒന്ന് ഉറപ്പിക്കാം, BJP ഇതിൽ മത്സരിക്കേണ്ടത് BJPക്ക് അത്യാവശ്യമായിരുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഇപ്പൊ BJP മത്സരിച്ചില്ലായിരുന്നു എങ്കിൽ ഈ BJPയുടെ വോട്ട് പലതരത്തിൽ ചിതറിപ്പോവുമായിരുന്നു. പക്ഷെ അപ്പോ BJP നേരിടുന്ന ഏറ്റവും വലിയൊരു ആരോപണം എന്തായിരിക്കും എന്ന് അറിയാമോ? ഇപ്പൊ വോട്ട് മറിച്ചു കൊടുത്തു. ഇപ്പൊ LDF എന്ന് പറയുമായിരുന്നു, UDF ജയിച്ചത് BJP വോട്ട് കൊണ്ടാണ്. UDF എന്ന് പറയും ഇത് ഞങ്ങളുടെ വോട്ട് തന്നെയാണ്, പക്ഷെ BJPയുടെ വോട്ട് LDF കൊണ്ടുപോയി എന്ന് പറയും. BJP എന്നും നേരിടുന്ന ഒരു പ്രശ്നമാണ്. ഇവർ എപ്പോഴും UDF പറയും ഇവർ LDFന്റെ കൂടെയാണ്, LDF പറയും ഇവർ UDFന്റെ കൂടെയാണ്. അങ്ങനെ ഒരു ഇത് നേരം. അപ്പൊ BJP അതിൽ നിന്ന് എന്തായാലും രക്ഷപ്പെട്ടു എന്ന് BJPക്ക് അതൊരു പോസിറ്റീവ് കാര്യമായിട്ട് തന്നെ കരുതാം, ഇല്ലേ? തീർച്ചയായിട്ടും. അതായത് BJPയുടെ കേഡർ വോട്ടുകൾ എവിടെയും പോയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഈ ഇലക്ഷനിലൂടെ മനസ്സിലാക്കുന്നത്. ഞാനിവിടെ നേരത്തെ ചേച്ചി പറഞ്ഞതുപോലെ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് ഉണ്ടായത്. ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടായത് നിലമ്പൂരിലെ നിലവിലത്തെ ഇടതുപക്ഷ MLA PV അൻവർ രാജിവെക്കുക എന്ന് മാത്രമല്ല, വലിയ പിണറായി ഫാൻ ആയിട്ടുള്ള PV അൻവർ, കടന്തൽ രാജ എന്നറിയപ്പെടുന്ന PV അൻവർ, CPM കമ്മ്യൂണിസ്റ്റ് സൈബർ സഖാക്കളുടെ നേതാവായി നിന്ന PV അൻവർ പൊടുന്നനെ പിണറായി വിജയനെതിരെയും മുഹമ്മദ് റിയാസിനെതിരെയും അനിൽകുമാറിനെതിരെയും ഒക്കെ RSSുമായിട്ടുള്ള ബന്ധമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് വരികയും അത് വഴി അയാൾ ഉയർത്തിവിട്ടിട്ടുള്ള കൊടുങ്കാറ്റിന്റെ ഭാഗമായിട്ടാണ് പുതിയൊരു ഇലക്ഷൻ ഇവിടെ നടക്കുന്നത്. ആ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് PV അൻവറിന്റെ മനസ്സിൽ എങ്ങനെ UDFിലേക്ക് കയറി പറ്റാം എന്നുള്ളതായിരുന്നു PV അൻവറിന്റെ മനസ്സിൽ ചിന്ത. ആദ്യം അങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞെങ്കിലും അവസാനം കാര്യത്തോടക്കുമ്പോൾ നിലമ്പൂരിൽ ഞാൻ മത്സരിക്കില്ല, പക്ഷെ നിലമ്പൂരിൽ നിങ്ങൾക്ക് പിന്തുണ തരാം, വേറെ എവിടെയെങ്കിലും എനിക്ക് സീറ്റ് തന്നാൽ മതി എന്ന നിലപാടായിരുന്നു ഉണ്ടായിരുന്നു. ആഭ്യന്തരമന്ത്രിയാവുന്ന കാര്യം പറഞ്ഞു. പക്ഷേ ഞാൻ ഇവിടെ കാണുന്നത് VD സതീശൻ എന്ന് പറയുന്ന നേതാവിന്റെ ഒരു ഇച്ഛാശക്തിയാണ്, അദ്ദേഹത്തിന്റെ കഴിവാണ്. ഞാൻ തൃക്കാക്കര ഇലക്ഷൻ ആയിക്കോട്ടെ, പാലക്കാട് ഇലക്ഷൻ, അതുപോലെ തന്നെ പുതുപ്പള്ളി ഇലക്ഷൻ, ഈ ഇലക്ഷനുകളൊക്കെ തന്നെ മുന്നിൽ നിന്ന് നയിക്കുന്ന നേതാവ് VD സതീശനാണ്. അത് സ്വാഭാവികമായി കോൺഗ്രസിന്റെ മണ്ഡലമാണ്, അവിടെ കോൺഗ്രസ് തിരിച്ചു പിടിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് നിലവിൽ ഇടതുപക്ഷത്തിന്റെ കയ്യിലിരിക്കുന്ന മണ്ഡലമാണ്. ഇവിടെ ഇടതുപക്ഷത്തിന് അഭിമാന പോരാട്ടമായിരുന്ന സ്ഥലമായിരുന്നു ഈ പറയുന്ന നിലമ്പൂർ. ഇത് തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് VD സതീശന്റെ മുമ്പിൽ ഒരുപാട് കടമ്പകൾ ഉണ്ടായിരുന്നു. കാരണം യൂത്ത് ലീഗ്, മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള കക്ഷികൾക്ക് ഈ പറയുന്ന UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനോട് ചില നിരസനങ്ങൾ ഉണ്ടായിരുന്നു. പാണക്കാട് കുടുംബവുമായി ഒക്കെ ബന്ധപ്പെട്ട് പണ്ട് ആര്യാടൻ മുഹമ്മദ് നടത്തിയിട്ടുള്ള ചില പ്രസ്താവനകൾ ഇവരെ തിരിച്ചടിച്ചിട്ടുണ്ട് എന്നുള്ള ചില കാര്യങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവർ തമ്മിൽ ഐക്യം മുട്ടിയുറപ്പിക്കേണ്ട ഒരു ഘടകം ഏറ്റവും പ്രധാനമായിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്താണ് VD സതീശൻ പറയുന്നത്, PV അൻവർ എന്ന് പറയുന്നത് ഞങ്ങളോട് അനാവശ്യമായി ഇങ്ങോട്ട് കയറി മുട്ടാൻ നിൽക്കണ്ട,
കൃത്യമായി പറഞ്ഞു, അതായത് പി വി അൻവറിന് വേണമെങ്കിൽ സഹകരിക്കാം എന്ന് പറഞ്ഞു. പക്ഷെ അതിനപ്പുറത്തേക്ക് പി വി അൻവർ പറയുന്നത് എന്താണ്? UDF തീരുമാനിച്ച സ്ഥാനാർത്ഥിയെ കുറ്റം പറയുന്നു, അയാൾ ജയിക്കില്ല എന്ന് പറയുന്നു, ഞാൻ തീരുമാനിക്കും സ്ഥാനാർത്ഥി എന്ന് പറയുന്നു, ജോയിയെ സ്ഥാനാർത്ഥിയാക്കണം എന്ന് പറയുന്നു, VD സതീശന്റെ പ്രശ്നം കൊണ്ടാണ് തനിക്ക് UDFിലേക്ക് കയറാൻ പറ്റാത്തത് എന്ന് പറയുന്നു. ഏതെങ്കിലും ഒരു നേതാക്കന്മാർ ഈ പറയുന്ന പി വി അൻവറിന്റെ വാക്കും കേട്ട് അയാൾ പറയുന്നത് പോലെ സ്ഥാനാർത്ഥി നിർത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു കാര്യം? ഇന്നത്തെ ഈ വിജയത്തോടു കൂടി പി വി അൻവർ മുഖ്യമന്ത്രി സ്ഥാനം ചോദിച്ചാൽ അതും കൊടുക്കേണ്ടി വരില്ലായിരുന്നു. ആഭ്യന്തരമന്ത്രി സ്ഥാനവും അതുപോലെ തന്നെ വനംവകുപ്പ് മന്ത്രി സ്ഥാനവുമാണ് ചോദിച്ചത്. VD ബാക്കിയുള്ള എല്ലാ നേതാക്കന്മാരും, അതായത് കെ സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരടക്കം പി വി അൻവറിനെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പോ VD സതീശന്റെ ഒറ്റ നിലപാടാണ് കൊണ്ടുവരരുത്, അല്ലെങ്കിൽ തൽക്കാലം എടുക്കാനില്ല. കാരണം എന്താ? UDFിന്റെ ഒരു സ്ഥാനാർത്ഥിയെ അത്രമേൽ അപമാനിച്ച ഒരു വ്യക്തി, UDFിനോട് വിലപേശുക മാത്രമല്ല UDFിനെ ഭീഷണിപ്പെടുത്തുന്ന വ്യക്തി, ഇവിടെ ഒരു കാരണവശാലും ആര്യാടൻ ഷൗക്കത്ത് ജയിക്കില്ല എന്ന് വീണ്ടും 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 പറഞ്ഞ വ്യക്തി, ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിനോടല്ല എന്ന പ്രശ്നം, അതായത് വ്യക്തിപരമായ പ്രശ്നമല്ല, UDFിനോടുള്ള പ്രശ്നമല്ല, ഈ സ്ഥാനാർത്ഥി വന്നാൽ ഇവിടെ ജയിക്കില്ല എന്ന് വരെ പറഞ്ഞുകൊണ്ട് UDFിന്റെ വോട്ട് സ്പ്ലിറ്റ് ചെയ്യിക്കാൻ നിന്ന വ്യക്തി. ആ സമയത്താണ് VD സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് പറയുന്നത്, ഇവിടെയുള്ള ഉത്തരവാദിത്തം മുഴുവൻ ഞാൻ ഏൽക്കുന്നു. മനസ്സിലാക്കണം, ഒരു ധൈര്യം അപാരമാണ്. കാരണം അദ്ദേഹം പറയുകയാണ്, ഇവിടെയുള്ള ഉത്തരവാദിത്തം മുഴുവൻ ഞാൻ ഏൽക്കുന്നു. ഇത് വിജയിച്ച ഇതിന്റെ ഉത്തരം എല്ലാവർക്കും ഉള്ളതാണ്. പരാജയപ്പെട്ടാൽ അതിന്റെ ഉത്തരവാദിത്തം എനിക്ക് മാത്രമാണ്. എത്ര നേതാക്കന്മാർക്ക് അങ്ങനെ തന്റെടത്തോടു കൂടി പറയാൻ പറ്റും? CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ് പറയോ, ഇന്ന് പരാജയപ്പെട്ടതിന്റെ ഉത്തരവാദിത്തം ഞാനാണ്? പോട്ടെ, മുഖ്യമന്ത്രി ഇല്ല, അല്ല, ഭരണവിരുദ്ധ വികാരമല്ല എന്നാണ് പറഞ്ഞത്. ഈ പറയുന്നതിന് മുമ്പ്, അതായത് ഇലക്ഷൻ നടക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ പറഞ്ഞത്, ഞങ്ങളുടെ വിലയിരുത്തലാണെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്നാണ് സ്വരാജ് പറഞ്ഞത്, MV ഗോവിന്ദൻ മാഷ് പറഞ്ഞത്, പിണറായി വിജയൻ പറയാതെ പറഞ്ഞത്. അദ്ദേഹം 2 or 3 തവണ മണ്ഡലത്തിൽ വന്ന് ക്യാമ്പയിൻ ചെയ്തു. ഇത് ഒരു വിലയിരുത്തലാണ്, അടുത്ത തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിലയിരുത്തലാണ്. സൈബർ സഖാക്കളൊക്കെ ഇളകി പറയുന്നത് സ്വരാജ് വന്നിരിക്കുന്നു, സ്വരാജ് ആയതുകൊണ്ട് ഇപ്പൊ ജയിക്കും. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് കൃത്യമായ മറുപടി കോൺഗ്രസും UDFും കൊടുത്തു എന്നുള്ളത് തന്നെയാണ്. ഇവിടെ VD സതീശനൊപ്പം ഷാഫി പറമ്പിലും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലും സന്ദീപ് വാര്യരും ഒക്കെ ചേർന്ന് നിന്ന ആ ഒരു ടീമുണ്ട്. അതുപോലെ തന്നെ KPCCയുടെ ജനറൽ സെക്രട്ടറി ജയന്ത്, അദ്ദേഹത്തിനായിരുന്നു അവിടെ ചാർജ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ചാണ്ടി ഉമ്മൻ, ഏകദേശം 3000 വീടാണ് ചാണ്ടി ഉമ്മൻ കയറിയത്. ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകൾ എങ്ങനെയായിരിക്കണം പ്രവർത്തിക്കേണ്ടത് എന്ന് നമ്മളുടെ കണ്ണിന്റെ മുമ്പിൽ കാണിച്ചു തന്ന പ്രവർത്തനമായിരുന്നു ആരുടേത്? ചാണ്ടി ഉമ്മന്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. ജനങ്ങൾക്കിടയിലേക്ക് നടന്ന് ജനങ്ങൾക്ക് കണ്ട് ജനങ്ങളോട് ഇതാണ് ചിഹ്നം, അതാണ് പറയുന്നത്, ഇതാണ് ചിഹ്നം, ഇതിന് വോട്ട് ചെയ്യാം എന്ന് പറഞ്ഞ് കൈപിടിച്ച് അവരെ സമാധാനിപ്പിച്ചു കൊണ്ടുവരുന്നു. ഇത് കൃത്യമായി എന്താണ് ഒരു സതീശനിസം എന്നൊക്കെ പറഞ്ഞ് പി വി അൻവർ ഇതിനെ വലിയ ഇതാക്കാൻ നോക്കി. അതായത് പിണറായി വിജയന്റെ ഒളിഞ്ഞ പിണറായിയാണ് സതീശൻ എന്ന് പറയാൻ നോക്കി. ഇപ്പൊ സാധാരണ ഈ UDFിൽ ഉണ്ടായിരുന്ന ഒരു ചീത്തപ്പേര് എന്ന് പറയുന്നത് കോൺഗ്രസിനുള്ള വോയിസ് ഇല്ല, മുസ്ലിം ലീഗ് തീരുമാനിക്കും എന്ത്, അങ്ങനെ ഒരു ചീത്തപ്പേരുണ്ട്. പക്ഷെ ഇതോടെ ആ ചീത്തപ്പേര് മാറിക്കിട്ടിയെന്ന് വിചാരിക്കും. തീർച്ചയായിട്ടും. അതായത് ഇവിടെ ഒരു സതീശന്റെ വേറൊരു VD സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് ഞാൻ കാണുന്നത്, അല്ലെങ്കിൽ ലീഡർഷിപ്പ് ക്വാളിറ്റി എന്നുള്ള രീതിയിൽ ഞാൻ കാണുന്നത്, അവിടുത്തെ UDFിന്റെ, അതായത് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെ മുഴുവൻ കാണുകയും മുസ്ലിം ലീഗ് നേതാക്കന്മാർ ഒന്നും വെറുതെ ഇരിക്കാതെ അവരൊക്കെ കളത്തിലിറങ്ങി മുൻപ് കൈവിട്ടു പോയ യൂത്ത് ലീഗ്, ക്ഷമിക്കണം, ലീഗിന്റെ ഓരോ വോട്ടും നമ്മൾക്ക് തന്നെ കിട്ടണമെന്ന രീതിയിൽ അവരിറങ്ങി പ്രവർത്തിച്ചു. ഈ പാണക്കാട് കുടുംബത്തെ ആര്യാടൻ മുഹമ്മദ് എന്തോ മോശം പറഞ്ഞു, ചീത്ത പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വോട്ട് സ്പ്ലിറ്റ് ചെയ്യിക്കാൻ CPMന്റെ സൈബർ സഖാക്കൾ ഈ കള്ളപ്പേരിലൊക്കെ ശ്രമിക്കുകയൊക്കെ ഉണ്ടായി. പക്ഷെ അതിന് പകരം പാണക്കാട് കുടുംബാംഗങ്ങൾ തന്നെ നേരിട്ട് വന്ന ആളുകളെ കണ്ട് വോട്ട് പിടിച്ചു, ലീഗ് ഒത്തൊരുമിച്ച് നിന്നു. അതാണ് ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. കുഞ്ഞാലിക്കുട്ടി 1000 പ്രശ്നങ്ങളാണ് പരിഹരിച്ചത് ആ മണ്ഡലത്തിലെ. നമ്മൾ 1000 പ്രശ്നങ്ങൾ കുഞ്ഞാലിക്കുട്ടി നേരിട്ട് പരിഹരിച്ചു. ഇവിടെ CPM എന്ത് ചെയ്യാൻ കഴിഞ്ഞു? CPM ചെയ്തത് കുറെ അധികം എന്താണ് സാഹിത്യകാരന്മാരെ, എഴുത്തുകാരെ, സാംസ്കാരിക പ്രവർത്തകരെ കൊണ്ടുവന്ന് മണ്ഡലത്തിന് പുറത്തുള്ള, അതെ, കൊണ്ടുവന്നിട്ട് പറഞ്ഞു ഇദ്ദേഹം ഒരു പവിഴത്തിലെ മുത്താണ്, അല്ലെങ്കിൽ ഇദ്ദേഹം ഒരു എന്താണ് പൂമരമാണ്. ഈ പൂമരം സ്വരാജിന്റെ എല്ലാ, അതായത് വടി മൊത്ത അക്ഷരത്തിൽ വിവരക്കേട് പറയുന്ന ആളാണ് സ്വരാജ് എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് കൂടി കാണിച്ചു. ഒടുവിൽ, അതായത് ഓൾറെഡി തന്നെ ഫീൽഡ് ഔട്ട് ആയി തൃപ്പൂണിത്തറയിൽ തോറ്റു നിൽക്കുന്ന സ്വരാജിനെ ഇവിടെ കൊണ്ടുവന്ന് വീണ്ടും ഫീൽഡ് ഔട്ട് ആക്കുക എന്ന് പറയുന്നത്
ഈ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മുഹമ്മദ് റിയാസും സ്വരാജിനോട് ചെയ്ത വലിയ കൊടും ചതി എന്ന് മാത്രമേ പറയാനുള്ളൂ. സ്വരാജിന്റെ ഒരു ഇമേജിന്റെ പുറത്ത് മാത്രം ഇവിടെ അങ്ങ് ജയിച്ചു കളയാം എന്നായിരുന്നു CPM-ന്റെ ഒരു വലിയ, അതായത് സ്വരാജിന്റെ ഇമേജ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഇമേജ് മാത്രമല്ല, അദ്ദേഹം ഹമാസിന് അനുകൂലമായി സംസാരിച്ച ഇമേജ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ സിന്ധൂർ വിഷയത്തിൽ ഉണ്ടായിരുന്ന കാര്യം ഉണ്ടായിരുന്നു. ഇതുപോലെ അയ്യപ്പന്റെ പ്രശ്നം, അതൊക്കെ ഒരു മുസ്ലിം കൺസോൾട്ടേഷൻ ഉണ്ടാക്കുമെന്നൊക്കെയായിരുന്നു ഇവർ ധരിച്ചിരുന്നത്. പക്ഷെ എല്ലാം തെറ്റിപ്പോയി. കാരണം സ്വരാജ് വിജയിക്കാതിരിക്കണം, അതായത് ആര് വിജയിച്ചാലും സ്വരാജ് വിജയിക്കാതിരിക്കണം എന്ന് പറഞ്ഞ വോട്ട് ചെയ്ത നിഷ്പക്ഷം ഉണ്ട് അവിടെ. അല്ല, വേറൊരു കാര്യം ഇപ്പൊ ഈ പിണറായിസത്തിനെതിരെയായിരുന്നു PV അൻവറിന്റെ പോരാട്ടം. അവരെ രണ്ടുപേരും ഒരേ തോണിയിലെ യാത്രക്കാരായിരുന്നു. ഈ പിണറായിസം ഇവിടെ കൊണ്ടുവരുന്നതിൽ ഏറ്റവും വലിയൊരു പങ്ക് വഹിച്ച ആൾ കൂടിയായിരുന്നു ഈ PV അൻവർ. അതിന് കുടപിടിച്ച ഒരാളായിരുന്നു ഈ PV അൻവർ. പക്ഷെ ഈ PV അൻവർ നേടിയ 19,760 വോട്ടുകൾ, ഈ വോട്ട് എന്ന് പറയുന്നത് പിണറായിസത്തിനെതിരായിട്ടുള്ള വോട്ട് തന്നെയാണെന്നല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത്. അത് ഭരണവിരുദ്ധ വികാരം അല്ലായിരിക്കുമെന്ന് പറയുമെങ്കിലും ഇത് അതിനുള്ള വോട്ടല്ലേ ഈ 19,760 വോട്ട്. അല്ല, ഞാൻ അവിടെ രണ്ട് കാര്യമുള്ളൂ. ഒന്ന്, PV അൻവറിന് കിട്ടിയ വോട്ടിൽ നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യേണ്ടി വരും. അതായത് PV അൻവർ അവിടെ വ്യക്തിപരമായി ആളുകൾക്ക് സഹായം ചെയ്തു കൊടുത്തിട്ടുള്ള ഒട്ടേറെ വ്യക്തികളുണ്ട്. ഈ 2 ടേം MLA നിൽക്കുമ്പോൾ അദ്ദേഹം ചെയ്തു കൊടുത്ത ഒരുപാട് വ്യക്തികളുണ്ട്. MLA-യേക്കാൾ ഉപരിയായിട്ട് അദ്ദേഹത്തിന്റെ പണവും സ്വാധീനവും മന്ത്രിസഭയിലെ സ്വാധീനവും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ചെയ്ത കാര്യങ്ങളുണ്ട്. അങ്ങനെ ഉപകാരം കിട്ടിയിട്ടുള്ള ഒരുപാട് ആളുകളുടെ വോട്ട് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. 2, അദ്ദേഹം ഉയർത്തിയിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതായത് പിണറായിസം എന്ന് പറഞ്ഞു ഉയർത്തുന്നതിനേക്കാൾ മുകളിൽ അദ്ദേഹം RSS-ഉം പിണറായിയും തമ്മിലുള്ള കൂട്ടുകെട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മുസ്ലിം കൺസോളിഡേഷൻ ഉണ്ടാക്കാനുള്ള ശ്രമം ആര് നടത്തിയിട്ടുണ്ട്? ഈ പറയുന്ന PV അൻവർ നടത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി കുറച്ച് വോട്ട് PV അൻവറിന് കിട്ടിയിട്ടുണ്ട്. രണ്ടാമത്തത്, ഈ പറയുന്ന ഭരണവിരുദ്ധ വികാരം PV അൻവർ അവിടെ ഉന്നയിക്കുന്നത് എന്താണ്? ഈ പറയുന്ന മലയോര കർഷകരുടെ വിഷയം എടുത്തുകൂടി സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ നിലമ്പൂരിലെ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. വന്യമൃഗശല്യങ്ങൾ, കാട്ടാന ചവിട്ടിക്കുന്ന വിഷയങ്ങൾ, ഇതൊക്കെ അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ PV അൻവറിലേക്ക് വോട്ട് പോകാനുള്ള കാരണമായിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ അവിടെയും PV അൻവർ എന്ന് പറയുന്ന ഒരു താപ്പാനെ ഇപ്പുറത്ത് നിർത്തി, സ്വരാജ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ അപ്പുറത്ത് നിർത്തി, അതിനിടയിൽ കൂടി ആര്യാടൻ ഷൗക്കത്തിന് ഒരുപാട് നെഗറ്റീവ്, അതായത് അദ്ദേഹത്തിന് വിജയിക്കില്ല എന്നൊക്കെ പറഞ്ഞെടുത്ത് നിന്ന് 12,000-ൽ പരം വോട്ടിൽ അദ്ദേഹത്തെ വിജയിപ്പിച്ചെടുക്കുക എന്ന് പറയുന്ന തന്ത്രം ചില്ലറ തന്ത്രമാണോ? അതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്ന് സതീശൻ പറഞ്ഞ VD സതീശൻ പറഞ്ഞൊരു കാര്യമുണ്ട്, പരാജയപ്പെട്ടാൽ അത് എന്റെ ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞല്ലോ. ഒന്ന് ആലോചിച്ചു ചോദിച്ചു, ഇവിടെ എങ്ങാൻ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ VD സതീശനെ ഇന്ന് നിലത്ത് നിൽക്കാൻ സമ്മതിക്കുമായിരുന്നു. ഈ പറയുന്ന കോൺഗ്രസിലെ ആളുകൾ, എത്ര ആളുകൾ സതീശനെ താഴെ ഇറക്കാൻ വേണ്ടി ഇങ്ങനെ തക്കം പാർത്ത് നിന്നിട്ടുണ്ടാവും. ഈ പറയുന്ന സ്വരാജ് ജയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചവരും അതുപോലെ തന്നെ അൻവർ ജയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചവരും ഉണ്ടായിരിക്കില്ലേ? ഇങ്ങനെ നിരന്തരമായ ആളുകൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് സതീശനിസം എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുമെങ്കിലും അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് VD സതീശൻ എന്ന് പറയുന്ന നേതാവിന്റെ ഒരു കരുത്ത് തന്നെയാണ് ഇവിടെ കണ്ടത്. ഈ ഒരു ഐക്യം അങ്ങോട്ട് കൃത്യമായി ചേർത്ത് വെച്ച് പോവുകയാണെങ്കിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷെ ഇത് കിട്ടി എന്ന് കരുതിയിട്ട് താഴോട്ട് പോവുകയാണെങ്കിൽ, ആ ഒരു ഇതിന്റെ പുറത്ത് മാത്രം പോവുകയാണെങ്കിൽ ഒന്നും നടക്കില്ല. കാരണം മറ്റുള്ള സ്ഥലങ്ങളിൽ കൃത്യമായ സംഘടനാ സംവിധാനം CPM-നുണ്ട്. അതിനോട് കിടപിടിക്കുന്ന രീതിയിലുള്ള പദ്ധതികളും കാര്യങ്ങളും ഒക്കെ നടപ്പിലാക്കിയിട്ട് പോയാൽ ഒരു തരത്തിൽ എന്താണ് UDF-ന് ഗുണമായിരിക്കും. എന്തായാലും PV അൻവർ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയം, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം നല്ലതല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അദ്ദേഹത്തെ UDF-ൽ എടുക്കാത്തത് എന്തുകൊണ്ടും VD സതീശൻ എന്ന് പറയുന്ന നേതാവിന്റെ അംഗീകാരമായിട്ട് KPCC അധ്യക്ഷന്റെ ഒരു പ്രസ്താവന ഞാൻ കണ്ടിരുന്നു, താക്കോൽ ഇനിയും ഉണ്ടല്ലോ തുറക്കാൻ എന്ന് പറഞ്ഞു. പക്ഷെ ഇനിയും അങ്ങനെ ഒരു ഇതിലേക്ക് പോവാതിരിക്കുന്നതായിരിക്കും. അല്ല, ഇനി അൻവറിന് വിലപേശാൻ പറ്റില്ല. ഇനി അൻവറിന് കിട്ടുന്നതും വാങ്ങി UDF പോകേണ്ടി വരും. അല്ലാതെ എനിക്ക് ആഭ്യന്തരം വേണം, എനിക്ക് വനം വകുപ്പ് വേണം, എന്തിനാ ഇയാൾക്ക് വനം വകുപ്പ് മരം കുറച്ച് ഇനി വെക്കാനാ, അതുണ്ടല്ലോ, അതിന് നടക്കത്തില്ല. അതാണ് ഇതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത്.